Welcome all. This is Deshma from Department of Computer Application, Don Bosco College, Kottayam. In നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സെഷൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിനെ പറ്റിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷനാണ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് ഉള്ളത്. A statistical hypothesis is a hypothesis that is testable on the basis of observed data modeled as the realized values taken by a collection of random variables. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഹൈപ്പോത്തിസിസ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവ്ഡ് ഡേറ്റ. റാൻഡം വേരിയബിൾസ്, ഒരു കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന ഒബ്സർവ്ഡ് ഡേറ്റയുടെ വാല്യൂസിന്റെ ബേസിസിൽ ടെസ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസുകളാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളുടെ എക്സ്പെരിമെന്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന വാല്യൂസിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹൈപ്പോത്തിസിനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് പെർട്ടിക്കുലർ ഹൈപ്പോത്തിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള ടെസ്റ്റുകൾ എന്ന് വിളിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കും. The types of hypothesis testing are parametric and non-parametric test. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് 2 different types of testing ആണുള്ളത്. First one is parametric testing and the next is non-parametric testing. Parametric tests. These tests are more powerful and depends more on parameters or characteristics of a population. നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന രണ്ട് മെയിൻ ടേംസ് ആണ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. ഇപ്പൊ നമ്മളുടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ കോളേജിലെ BBA S5 ക്ലാസ്സിലെ 38 സ്റ്റുഡൻസിന്റെ QT എന്ന് പറയുന്ന പേപ്പറിന്റെ ടെസ്റ്റിന്റെ മാർക്കാണ് എനിക്ക് വേണ്ടതെന്ന് ഇരിക്കട്ടെ. അതാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അല്ലെങ്കിൽ എനിക്കൊരു കൺക്ലൂഷൻ, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എനിക്കൊരു കൺക്ലൂഷൻ അനാലിസിസ് നടത്തേണ്ടത് QT എന്ന് പറയുന്ന പേപ്പറിലെ S5 സ്റ്റുഡൻസിന്റെ മാർക്കിനെ പറ്റിയാണ്. സോ ആ കോളേജിലെ DBC കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനെ ഞാൻ ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടിയ ഐറ്റംസ്, ആ നമ്പർ ഓഫ് ഐറ്റംസിലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ഹോൾ പോപ്പുലേഷനിൽ നിന്നും എൻ്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളത് ആരെ മാത്രമാണ്? BBA S5 38 സ്റ്റുഡൻസിനെ മാത്രമാണ് അല്ലേ. അപ്പോൾ അതാണ് എന്ന് പറയുന്ന 38 സ്റ്റുഡൻസ് ആണ് എൻ്റെ സാമ്പിൾ. അതായത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഹോൾ പോപ്പുലേഷൻ, ഹോൾ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ ഞാൻ പോപ്പുലേഷൻ എന്ന് വിളിക്കും. ആ പോപ്പുലേഷനകത്ത് നിന്നും എൻ്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ എന്തെന്നും വിളിക്കും, സാമ്പിൾ എന്നും വിളിക്കും. അപ്പോൾ ഒരു പാരാമെട്രിക് ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ച് പാരാമെട്രിക് ടെസ്റ്റിംഗ് depends on the parameters and the characteristics of a population. ഒരു പോപ്പുലേഷന്റെ, ഞാൻ കൺസിഡർ ചെയ്യുന്ന പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും പാരാമീറ്റേഴ്സിനെയും എല്ലാം തന്നെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യും. ദേ ആർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻസ്. പാരാമെട്രിക് ടെസ്റ്റുകൾ ചില അസംഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. The observations or values must be independent. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പോപ്പുലേഷനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒബ്സർവ്ഡ് വാല്യൂസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് ഒരു വാല്യൂവിന്റെ ഒബ്സർവേഷൻ ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, മറ്റൊരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. The population from which the sample is drawn on a random basis should be normally distributed. ഏത് പോപ്പുലേഷനെയാണോ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആ പോപ്പുലേഷനിൽ നിന്ന് ഞാൻ എടുക്കുന്ന വാല്യൂസ് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം. ഏത് പോപ്പുലേഷനിൽ നിന്നാണോ ഞാൻ എൻ്റെ സാമ്പിൾ ചൂസ് ചെയ്യുന്നത് ദാറ്റ് പോപ്പുലേഷൻ ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഫോളോ ചെയ്യണം. ദ പോപ്പുലേഷൻ ഷുഡ് ഹാവ് ഈക്വൽ വേരിയൻസസ്. ഒന്നിൽ കൂടുതൽ പോപ്പുലേഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ എല്ലാം തന്നെ വേരിയൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ആ തരത്തിൽ ഉള്ള പോപ്പുലേഷൻസിൽ മാത്രമേ എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ
പറ്റത്തുള്ളൂ? പാരാമെട്രിക് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. The data should be measured at least at interval level so that the arithmetic operations can be used. കൂടാതെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ മെഷർ ചെയ്യപ്പെടുന്ന ഡേറ്റ ഇന്റർവൽ ബേസിൽ ഒരു ഇത്ര ഇന്റർവെൽസിന്റെ ബേസിസിലായിരിക്കണം എന്ത് ചെയ്യാനായിട്ട് മെഷർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ക്ലിയർ ആയിട്ട് ഈ ടെസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ടെസ്റ്റുകളാണ് ദ ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ് ആൻഡ് എഫ് ടെസ്റ്റ്. 3 പാരാമെട്രിക് ടെസ്റ്റിലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇസഡ് ടെസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ടി ടെസ്റ്റ് ആൻഡ് തേർഡ് വൺ ഈസ് എഫ് ടെസ്റ്റ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ഐറ്റം. ഇസഡ് ടെസ്റ്റ്. It is widely used for testing the significance of several statistics such as mean, median, mode, coefficient of correlation and others. അപ്പോൾ പറയുന്നത് ഇസഡ് ടെസ്റ്റ് എന്തിന് യൂസ് ചെയ്യുന്ന പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുന്നത്? ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സാമ്പിളിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സാമ്പിളിന്റെ മീൻ, മീഡിയൻ, മോഡ്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ തുടങ്ങിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് അല്ലെങ്കിൽ എത്രമാത്രം ആക്യുറേറ്റ് ആണെന്നതിനെ പറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇസഡ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Next one is t-test. It is also known as student's t-test. It is suitable for testing the significance of difference between the means of 2 samples. 2 സാമ്പിളുകൾ. അപ്പൊ ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാര്യത്തിനെ പറ്റി ഇപ്പൊ 2 സാമ്പിൾസ് ഞാൻ എടുത്തിട്ട് ആ 2 സാമ്പിളുകളിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിനെ ഫുള്ളായിട്ട് 30 സ്റ്റുഡൻസ് ഉള്ള നിങ്ങളുടെ ബാച്ചിനെ ഫുള്ളായിട്ട് ഞാൻ എന്തായിട്ട് എടുത്തു? ഒരു പോപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അവിടെ ഞാൻ 2 സാമ്പിൾസിനെ ചൂസ് ചെയ്തു. ഗേൾസിന്റെ ഗ്രൂപ്പ് ഒരു സാമ്പിൾ ആയിട്ട്, ബോയ്സിന്റെ ഗ്രൂപ്പ് ഒരു സാമ്പിൾ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. സോ എന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? BBA S5 സ്റ്റുഡൻസ് ആണ് എന്റെ പോപ്പുലേഷൻ. അവിടെ നിന്ന് ഞാൻ 2 സാമ്പിൾസിനെ ഞാൻ ചൂസ് ചെയ്തു. ബോയ്സിന്റെ ഗ്രൂപ്പ് ഒരു സാമ്പിളും ഗേൾസിന്റെ ഗ്രൂപ്പ് മറ്റൊരു സാമ്പിൾ. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? ബോയ്സിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ ബോയ്സിന്റെ മാത്രം മാർക്കുകളുടെ ആവറേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഗേൾസിന്റെ മാത്രം മാർക്കുകളുടെ ആവറേജ് മീൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവ തമ്മിലുള്ള ഡിഫറൻസിന്റെ സിഗ്നിഫിക്കൻസ് എനിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്തുപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം? ടി ടെസ്റ്റ് അഥവാ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് ഉപയോഗിച്ച് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്താണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എന്തിന്റെ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് 2 സാമ്പിൾസ്. 2 സാമ്പിളുകളുടെ മീനുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ സിഗ്നിഫിക്കൻസ് മെഷർ ചെയ്യാൻ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ടി ടെസ്റ്റ് എനിക്ക് യൂസ് ചെയ്യാം. ഹിയർ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? when the samples are less than 30 in number and the population variance is not known. പിന്നെ എന്ത് വേണം? ഈ ടെസ്റ്റ് എനിക്ക് ക്യാരി ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്റെ പോപ്പുലേഷനിൽ നിന്നും കൺസിഡർ ചെയ്യുന്ന സാമ്പിൾസിന്റെ എണ്ണം, സാമ്പിൾസിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസിന്റെ എണ്ണം should be less than 30 and the population variance, അവിടെ പോപ്പുലേഷന്റെ ഹോൾ വേരിയൻസ്, ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോപ്പുലേഷന്റെ വേരിയൻസ് വാല്യൂ അൺനോൺ ആവുകയും വേണം. And the last parametric test that we are considering is the F test. The F test is based on F distribution. നമ്മൾ ക്യൂട്ടിക്കകത്ത് പഠിച്ചതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ക്യൂട്ടിക്കകത്ത് ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചില്ല. ഏതൊക്കെയാ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചു. അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത് എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഈ എഫ് ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ആണ് ഇത് എഫ് ടെസ്റ്റ്. It is a distribution skewed to the right and tends to be more symmetrical. അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത, എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഡേറ്റയുടെ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ that graph will be skewed to the right and it tends to be more symmetrical. റൈറ്റിലേക്ക് അതിനൊരു
ചരിവും ഉണ്ടാവും. കൂടാതെ അതിന് സിമെട്രി അത്യാവശ്യം മോർ സിമെട്രിക്കൽ ആയിരിക്കും ആ ഗ്രാഫ് എന്ന് പറയുന്നത്. അതാണ് എന്ത് എഫ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയുള്ള എഫ് ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിൽ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത് എഫ് ടെസ്റ്റ്. ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് വെൻ കമ്പയറിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ദാറ്റ് ഹാവ് ഫിറ്റഡ് ടു എ ഡേറ്റ സെറ്റ്. ഒരു ഡേറ്റ സെറ്റിന്റെ കറസ്പോണ്ടിങ് ആണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിന്റെ സിഗ്നിഫിക്കൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. So that's all for the parametric test. Next we are coming across non-parametric test. The non-parametric tests are population free test. പാരാമെട്രിക് ടെസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അത് പാരാമെട്രിക് ടെസ്റ്റ് പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സിനെയും ക്യാരക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അറ്റ് ദ സെയിം ടൈം നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആർ പോപ്പുലേഷൻ ഫ്രീ ടെസ്റ്റ്. പോപ്പുലേഷനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് എന്ത് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. They are not based on the characteristic of a population. They do not specify normally distributed population or equal variance. They are easy to understand and use. അപ്പോൾ ആ പോപ്പുലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, അവയുടെ വേരിയൻസ് സെയിം ആയിരിക്കണം, തുടങ്ങിയ കണ്ടീഷൻസ് ഓർ അസംഷൻസ് ഒന്നും തന്നെ എന്ത് ഉപയോഗിക്കുന്നില്ല നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നില്ല. നോൺ പാരാമെട്രിക് ടെസ്റ്റ് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും എളുപ്പമായിട്ടുള്ള ടെസ്റ്റുകളാണ്. ദ ഇമ്പോർട്ടൻറ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആർ the chi-square test, median test, Mann-Whitney U test, sign test, Wilcoxon matched pair test or signed rank test, and Kolmogorov Smirnov test. The first one is the chi-square test. This test is the most popular non-parametric test of significance in social science research. ഈ ടെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് പേപ്പറിൽ ഉള്ള റിസർച്ചുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ, അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടാണ് കൂടുതലായിട്ടും ഈ chi-square ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ 2 or more നോമിനൽ വേരിയബിൾസ്, ഒന്നിൽ കൂടുതലായിട്ടുള്ള നെയിംഡ് വേരിയബിൾസിനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുന്നത് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അൺലൈക്ക് ദ അതർ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ദ chi-square ഈസ് യൂസ്ഡ് ടു മേക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ഫ്രീക്വൻസീസ് റാദർ ദാൻ മീൻ സ്കോഴ്സ്. അപ്പോൾ സാധാരണ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത് മീൻ, മീഡിയൻ തുടങ്ങിയ ടൂൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട വാല്യൂസിന്റെ അല്ലെങ്കിൽ ആസ്പെക്റ്റുകളുടെ കമ്പാരിസൺ നടത്താൻ വേണ്ടിയാണ്. വേറാസ് ഈ chi-square ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്, മീൻ സ്കോറുകളെ ഒന്നുമല്ല ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സെയിം ടൈം ഇറ്റ് ഗീവ്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഫ്രീക്വൻസീസ് ഓഫ് ദ ഡേറ്റ. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയുടെ ഫ്രീക്വൻസികൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് എന്ത് നടത്തുന്നത് chi-square ടെസ്റ്റ് നടത്തുന്നത്. ദിസ് ടെസ്റ്റ് ഇവാലുവേറ്റ് വെദർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് അണ്ടർ ദ നൾ ഹൈപ്പോത്തിസിസ്. അതായത് നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യപ്പെട്ട ഫ്രീക്വൻസി, ആ എക്സ്പെരിമെന്റ് ഡയറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യപ്പെട്ട ഫ്രീക്വൻസി, ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും കൂടാതെ ആ റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഇത്ര ഫ്രീക്വൻസീസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും തമ്മിലുള്ള ഡിഫറൻസിനെയും കൂടെ എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് chi-square ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. The next one is median test. This test determines the significance of the difference between medians of 2 or more random samples. മീഡിയൻ പേര് കണക്ക് തന്നെ മീഡിയനുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് എന്ത് ഉപയോഗിക്കുന്നത് മീഡിയൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. രണ്ടിൽ കൂടുതൽ റാൻഡം സാമ്പിൾസിന്റെ മീഡിയൻസിനെ തമ്മിൽ മീഡിയൻസ് ആൻഡ് ഡിഫറൻസിന്റെ സിഗ്നിഫിക്കൻസ് കണ്ടുപിടിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത് മീഡിയൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെന്റ് ഫോർ ഡിറ്റർമൈനിങ് വെദർ ദ സാമ്പിൾസ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് ദ സെയിം മീഡിയൻ. അപ്പൊ മീഡിയനുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ കമ്പാരിസൺ കണ്ടുപിടിക്കുന്നത് കൂടാതെ എന്തും കൂടെ നോക്കുന്നു വെദർ ദ സാമ്പിൾസ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം പോപ്പുലേഷൻസ് വിത്ത് ദ സെയിം മീഡിയൻ. ഒരേ മീഡിയനുള്ള
ഒരേ മീഡിയൻ ഉള്ള പോപ്പുലേഷനിൽ നിന്നാണോ ഈ സാമ്പിൾസ് ചൂസ് ചെയ്തത് എന്നതും കൂടെ ആര് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്? മീഡിയൻ ടെസ്റ്റുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. The next one is Mann-Whitney U test. This test is designed to determine whether two independent samples have been drawn from same population or from two different populations having the same distribution. എന്താ പറയുന്നത്? Mann-Whitney U ടെസ്റ്റ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനെടുത്ത ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് ഒരേ പോപ്പുലേഷനിൽ നിന്ന് എടുത്ത സാമ്പിൾസ് ആണോ അതോ ഫ്രം ടു ഡിഫറെന്റ് പോപ്പുലേഷൻ ഹാവിങ് സെയിം ഡിസ്ട്രിബ്യൂഷൻ, ഒരേ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ പോപ്പുലേഷനിൽ നിന്ന് എടുത്ത സാമ്പിൾസ് ആണോ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? Mann-Whitney U ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന സാമ്പിൾസ് എടുക്കുന്നത് ഒരേ പോപ്പുലേഷനിലെ രണ്ട് സാമ്പിൾസ് ആണോ അതോ സെയിം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ പോപ്പുലേഷനിലെ സാമ്പിൾസ് ആണോ എന്നതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? Mann-Whitney U ടെസ്റ്റ് ചെയ്യുന്നത്. The next one is sign test. The sign test is one of the earliest non-parametric tests and it is useful for evaluating the effectiveness of two types of methods whose effects cannot be quantified. എന്ന് പറയുന്നത് one of the earliest ആയിട്ടുള്ള ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടുപിടിച്ച നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ ഒന്നാണ് സൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഇവാലുവേറ്റിംഗ്, എന്ത് ഇവാലുവേറ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്? ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ടു ടൈപ്സ് ഓഫ് മെത്തേഡ്സ് whose effects cannot be quantified. രണ്ട് മെത്തേഡുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ മെത്തേഡ്സുകളുടെ ഇഫക്റ്റീവ്നെസ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നത്? സൈൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡ്സിന്റെ പ്രത്യേകത എന്താണ്? ദോസ് മെത്തേഡ്സ് ഹൂസ് എഫക്ട്സ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. ആ മെത്തേഡുകളുടെ എഫക്റ്റ് അഥവാ കൺക്ലൂഷൻ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്രകാരമുള്ള മെത്തേഡ്സിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്? സൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. The next one is Wilcoxon matched pair test or signed rank test. Wilcoxon signed rank test is the equivalent non-parametric t-test. അതായത് നമ്മുടെ പാരാമെട്രിക് t-test ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് അനലോഗസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ഏത്? വിൽകോക്സൺസ് സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മേ ബി യൂസ്ഡ് വെൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ടെസ്റ്റ് നമ്മൾ സാധാരണ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിപെൻഡന്റ് വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാത്ത ഡിപെൻഡന്റ് വേരിയബിൾസ് ഉള്ള റാൻഡം എക്സ്പെരിമെന്റിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ വിൽകോക്സൺ മാച്ച്ഡ് പെയർ ടെസ്റ്റ് ഈസ് ഡിസൈൻഡ് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് എ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓർ ദ മീഡിയൻ ഓഫ് എ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. എന്തിനെ പറ്റിയുള്ളതാ? മീഡിയൻ ഓഫ് എ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചുള്ള ഹൈപ്പോത്തസിസുകൾ ടെസ്റ്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വിൽകോക്സൺസ് മാച്ച്ഡ് പെയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. And the last one is Kolmogorov Smirnov test. This test is used when the data are at least ordinal. Ordinal ഫോമിലുള്ള ഡേറ്റയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോൾമോഗറോവ് സ്മിർനോവ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ഒബ്സർവ്ഡ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഒബ്സർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒബ്സർവ് ആയിട്ടുള്ള റിസൾട്ടുകളെ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് തിയറി വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്ട്രിബ്യൂഷനുമായിട്ട്
കമ്പയർ ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, കോൾമോഗറോവ് സ്മിർനോവ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരേ കാര്യത്തിനെ പറ്റി നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ടുള്ളൊരു കൺക്ലൂഷനും വരാം, അതേസമയം തന്നെ പ്രാക്ടിക്കൽ ഓർ ദ ഒബ്സർവ്ഡ് ആയിട്ടൊരു കൺക്ലൂഷൻ നമ്മൾ എത്തിച്ചേരാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ചില അസംഷൻസിന്റെയും പ്രിൻസിപ്പിൾസിന്റെയും ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷനും അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷനും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഏത്, സ്മിർനോവ് കോൾമോഗറോവ് സ്മിർനോവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ പറ്റിയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.